കിലിയൻ എംബാപ്പെ വേഴ്സസ് ഏർലിംഗ് ഹാലണ്ട്. മരണ ഗ്രൂപ്പിലെ ആ വലിയ പോരിനായി കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തിരിക്കുകയായിരുന്നു ഫുട്ബോൾ ആരാധകർ. ഫ്രാൻസ് 11 പ്രഖ്യാപിച്ചു. ദ്വിതീയ ദശാംശന്റെ സിംഗപ്പൂലികളൊക്കെ ആ സംഘത്തിലുണ്ട്. എന്നാൽ നോർവേ കോച്ച് സോൾബക്കൻ ആരാധകരെ അമ്പരപ്പിച്ച് കളഞ്ഞു. ഹാലണ്ടില്ല, ഒഡഗാർഡില്ല, ഷൊർലോത്തില്ല, അന്റോണിയോനോസയില്ല. ഫസ്റ്റ് 11ൽ കൊണ്ടുവന്നത് 10 മാറ്റങ്ങൾ. ഹാലണ്ടും ഒഡഗാർഡും ഷൊർലോത്തുമൊന്നും പകരക്കാരായി പോലും പിന്നെ അവതരിച്ചില്ല. നോക്കൌട്ട് സ്റ്റേജിലേക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതാണ്. ഫ്രാൻസിനെ വീഴ്ത്താനായാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കാം. അത് സംഭവിക്കില്ല എന്നൊന്നും പറയാനാകില്ല. ഏറെക്കാലത്തിന് ശേഷമാണ് ലോകവേദിയിൽ എത്തുന്നതെങ്കിലും നോർവേ ടൂർണമെന്റിലെ മികച്ച ടീമുകളിൽ ഒന്നാണ്. ഇറ്റ് വാസ് എ നോ ബ്രെയിനർ. സുപ്രധാന താരങ്ങളെ പുറത്തിരുത്തിയ തീരുമാനത്തെക്കുറിച്ച് നോർവീജിയൻ പരിശീലകന്റെ പ്രതികരണം ഇതായിരുന്നു: പല താരങ്ങൾക്കും വിശ്രമം കൊടുക്കേണ്ട അനിവാര്യതയുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആ തീരുമാനം തന്ത്രപരമാണ്. ഐവറി കോസ്റ്റാണ് റൗണ്ട് ഓഫ് 32വിൽ നോർവേയുടെ എതിരാളികൾ. കാത്തിരിക്കൂ, ഹാലണ്ട് വിൽ ബി ബാക്ക്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ദിദിയർ ദശാംസ് ഫ്രാൻസിലേക്ക് തിരിച്ചതിനാൽ ഗൈ സ്റ്റീഫൻ ആയിരുന്നു ഇന്നലെ ഫ്രഞ്ച് ഡഗൌട്ടിന് മുന്നിൽ. ബോസ്റ്റണിൽ കളി ആരംഭിച്ച് 25 സെക്കൻഡിനുള്ളിൽ എംബാപ്പയുടെ ഒരു വലങ്കാലൻ വെടിയുണ്ട നോർവേയുടെ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നുണ്ട്. ഫ്രാൻസ് നിലപാട് പ്രഖ്യാപിച്ചു. ഹാലണ്ട് ഇല്ലാത്ത ആ മൈതാനത്ത് കിലിയൻ എംബാപ്പയുടെ വൺ മാൻ ഷോയാണ് ആ ഗാലറി പിന്നെ പ്രതീക്ഷിച്ചത്. പക്ഷെ സംഭവിച്ചത് ഒസ്മാൻ ഡെംബലയുടെ നിറഞ്ഞാട്ടമാണ്. യെസ്, ഒസ്മാനിക്ക ബാക്ക്. ക്ലബ് ലെവലിൽ പുലർത്തുന്ന കൺസിസ്റ്റൻസി അന്താരാഷ്ട്ര വേദികളിൽ പുലർത്താൻ ഡെംബലയ്ക്കാകുന്നില്ല എന്നൊരു വിമർശനം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. 61 മത്സരങ്ങളിൽ ദേശീയ ജേഴ്സി അണിഞ്ഞ അയാളുടെ പേരിൽ 8 ഗോളും 6 അസിസ്റ്റുമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ നോർവേക്കെതിരെ ഹാട്രിക് കുറിക്കുന്നതിന് മുമ്പ് വരെ ദേശീയ കുപ്പായത്തിൽ ഒരു മത്സരത്തിൽ 1-ലധികം ഗോളുകൾ അയാൾ സ്കോർ ചെയ്തിട്ടില്ല. ലോകകപ്പിൽ ഇറാഖിനെതിരെ സ്കോർ ചെയ്യും മുമ്പ് മേജർ ടൂർണമെന്റുകളിൽ അയാൾ ഒരിക്കൽ പോലും ഫ്രാൻസിനായി പലകുടിക്കിയിരുന്നില്ല. കഴിഞ്ഞ യൂറോ കപ്പിൽ ഫ്രാൻസിന്റെ അറ്റാക്കിംഗ് യൂണിറ്റ് വലിയ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ദശാംശന്റെ സംഘത്തിൽ ഡെംബലെ ഉണ്ടായിരുന്നു. ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒറ്റ ഗോളാണ് അവർ ആ ടൂർണമെന്റിൽ ആകെ സ്കോർ ചെയ്തത്. മടുപ്പിക്കുന്ന ഫുട്ബോളിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും മത്സരം പോയി കാണൂ, എന്തിനാണ് ഫ്രാൻസിന്റെ കളി കാണണമെന്ന് വാശി പിടിക്കുന്നത് എന്നായിരുന്നു അമർഷത്തോടെയുള്ള ദശാംശന്റെ പ്രതികരണം. എന്നാൽ ഇക്കുറി ലോകകപ്പിൽ ദശാംശനോട് ബോറിംഗ് ഫുട്ബോളിനെ കുറിച്ച് ചോദ്യം ഉന്നയിക്കാൻ ഒരാളും ധൈര്യപ്പെടില്ല. ലോകകപ്പിൽ ആരാധകർക്ക് 3 ത്രില്ലിംഗ് മാച്ചുകൾ സമ്മാനിച്ച് ദശാംശന്റെയും സംഘത്തിന്റെയും പടയോട്ടം നോക്കൌട്ടിലേക്ക് കടക്കുന്നു. അതും ഡെത്ത് ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. 3 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 10 ഗോളുകൾ ഫ്രാൻസ് ഇതിനോടകം സ്കോർ ചെയ്ത് കഴിഞ്ഞു. അതിൽ8 പറന്നത് കിലിയൻ എംബാപ്പയുടെയും ഒസ്മാൻ ഡെംബലയുടെയും ബൂട്ടുകളിൽ നിന്ന്. എംബാപ്പെ, ഡെംബലെ, ഡെസിരി ഡുവെ, മൈക്കിൾ ഒലിസെ ഈ ടൂർണമെന്റിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള അറ്റാക്കിംഗ് യൂണിറ്റ്. ബെഞ്ചിലേക്ക് നോക്കിയാൽ ഇനിയുമുണ്ട് ദശാംശന്റെ കയ്യിൽ പടക്കൊപ്പുകൾ ഏറെ. ഡെംബലെ ഇന്നലെ സ്കോർ ചെയ്ത 3 ഗോളുകളിലേക്കും അയാൾ സഞ്ചരിച്ച വഴികൾ നോക്കൂ. 7-ാം മിനിറ്റിലാണ് ഡെംബലെ സ്കോറിംഗ് ആരംഭിച്ചത്. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. 32-ാം മിനിറ്റിൽ ഹാട്രിക് പൂർത്തിയാക്കി. 65-ാം മിനിറ്റിൽ കോച്ച് അയാളെ പിൻവലിക്കുന്നു. ബാർക്കോള എത്തി. 7-ാം മിനിറ്റിൽ മൈതാന മധ്യത്തിൽ നിന്ന് എംബാപ്പെ നീട്ടി നൽകിയ ത്രൂ ബോളുമായി റൈറ്റ് ഫ്ലാങ്കിലൂടെ കുതിക്കുന്ന ഡെംബലെ വേഗത്തിൽ അയാൾ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് കയറുന്നു. ഡിഫൻഡറെ കപ്പളിപ്പിച്ച് വീണ്ടും മുന്നിലേക്കാക്കി. കുതിച്ചെത്തിയ 3 ഡിഫൻഡർമാർക്ക് സമയം പോലും കൊടുക്കാതെ നിറയൊടിക്കുന്നു. റൈറ്റ് ഫുട്ട് മാജിക്. എംബാപ്പയുടെ ക്ലിയർ കാൽക്കുലേഷനാണ് ആ ഗോളിലേക്ക് വഴി തുറന്നത്. ഡെംബലയുടെ 2ാം ഗോൾ എത്തുന്നത് 20-ാം മിനിറ്റിലാണ്. എഗെയിൻ ആൻ എംബാപ്പെ അസിസ്റ്റ്. ഇക്കുറി അയാൾ ബോക്സിലേക്ക് കടക്കും മുമ്പ് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് കയറി. 4 ഡിഫൻഡർമാർ മുന്നിൽ നിരന്നു നിൽക്കെ ബോക്സിന് വെളിയിൽ നിന്ന് നിറയൊടിക്കുന്നു. ഇക്കുറി ഒരു ലെഫ്റ്റ് ഫുട്ട് ബ്രില്യൻസ്. ക്യാമറയെ നോക്കി അയാൾ തന്നെ സംശയിച്ചവരോട് വായടക്കാൻ ആംഗ്യം കാണിച്ചു. 32-ാം മിനിറ്റിൽ ചുവാമെനിയുടെ പാസ് പിടിച്ചെടുക്കുമ്പോൾ ബോക്സിന്റെ വലതുമൂലയിലാണ് ഡെംബലെ. മുമ്പിൽ 5 ഡിഫൻഡർമാർ. എഗെയിൻ എ ലെഫ്റ്റ് ഫുട്ട് മാജിക്. അയാൾക്ക് വീക്ക് ഫുട്ട് ഇല്ല എന്ന് തോന്നുന്നു. ആരാധകർ തങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ ഇങ്ങനെ കുറിച്ചിട്ടു. തിരനിറച്ച തന്റെ പാതുകങ്ങളെ ലോഡ് ചെയ്ത് ഡെംബലെ ഒരല്പനേരം ആ ഗാലറിക്ക് മുന്നിൽ നിന്നു. തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് അയാൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ലോകകപ്പ് ഹിസ്റ്ററിയിലെ വേഗത കയറിയ 2ാമത്തെ ഹാട്രിക്. പുതിയ ചരിത്രങ്ങൾ പിറക്കുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ ഡെസിരി ഡുവെയാണ് ഫ്രാൻസിന്റെ ഗോൾ വേട്ടയെ അവസാനിപ്പിച്ചത്. 19 ഷോട്ടുകൾ, 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. ആദ്യ 20 മിനിറ്റിൽ മാത്രം 7 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ഫ്രാൻസ് നോർവേയുടെ ഗോൾ മുഖത്ത് ഇന്നലെ ഉതിർത്തത്. എംബാപ്പയുടെ പല മുന്നേറ്റങ്ങളും തലനാരിയുടെ വ്യത്യാസത്തിൽ അകന്നു പോകുന്നു. എഗിൽ സെൽവിക് നോർവേയുടെ സെക്കൻഡ് ഗോൾ കീപ്പറാണ്. 4 ഗോളുകൾ വഴങ്ങിയെങ്കിലും ഇന്നലെ അയാൾ നടത്തിയ സേവുകളെ കാണാതെ പോകരുത്. കളിയിൽ ആകെ 5 സേവുകളാണ് സെൽവിക് നടത്തിയത്.
നോർവേയെ ഒരു വൻ ദുരന്തത്തിൽ നിന്നാണ് അയാൾ രക്ഷിച്ചത് എന്ന് പറയേണ്ടി വരും. കോനെ, ഡുവെ, എംബാപ്പെ ഗോളെന്നുറപ്പിച്ച നിരവധി മുന്നേറ്റങ്ങളാണ് അയാളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിഷ്പ്രഭമായത്. 10 ചേഞ്ചുകൾ ടീമിൽ വരുത്തിയെങ്കിലും നോർവേ മത്സരത്തിൽ അപ്രസക്തരൊന്നുമായിരുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ അവരുടെ മുന്നേറ്റങ്ങളും പലകുറി കണ്ടു. ഡംബലയുടെ 2ാം ഗോൾ വീണ് തൊട്ടടുത്ത മിനിറ്റിലാണ് ആസ്ഗാർഡ് നോർവേക്കായി തിരിച്ചടിക്കുന്നത്. മത്സരത്തിലേക്ക് തിരിച്ചെത്താൻ പെനാൽറ്റിയിലൂടെ ഒരു സുവർണാവസരം അവർക്ക് ലഭിച്ചതാണ്. സ്റ്റാനാഴ്സൺ അത് പാഴാക്കി കളഞ്ഞു. 5 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അവർ ഇന്നലെ ഫ്രഞ്ച് ഗോൾ മുഖത്ത് ഉതിർത്തിട്ടുണ്ട്. ഒസ്മാൻ ഡെമ്പലെ വിശ്വവേദിയിൽ 15 തവണ ഫ്രഞ്ച് കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. ഈ ലോകകപ്പിലേക്ക് കടക്കും മുമ്പ് വരെ 12 മത്സരങ്ങളിൽ നിന്ന് അയാളുടെ പേരിൽ ഒരൊറ്റ ഗോൾ പോലും ലോകവേദിയിൽ ഉണ്ടായിരുന്നില്ല. നിലവിലെ വാലന്റിയോർ ജേതാവാണ്. PSG-ക്കായി മിന്നും ഫോമിലാണ്. എല്ലാം ശരി തന്നെ. എന്നാൽ ദേശീയ കുപ്പായത്തിൽ അയാളെ സംശയിച്ചവരുണ്ടായിരുന്നു. സെനഗലിനെതിരായ മത്സരത്തിന് ശേഷം ചില മുറുമുറുപ്പുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. എന്നാൽ ഇറാഖിനെതിരെ സ്കോർ ചെയ്ത് ലോകകപ്പിലെ തൻ്റെ ഗോൾ വരൾച്ച അയാൾ അവസാനിപ്പിച്ചു. നോർവേക്കെതിരെ ഹാട്രിക് കുറിച്ച് വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കിലിയൻ എംബാപ്പെ ലോകവേദിയിൽ ഇതുവരെ 20 ഗോളുകളിൽ പങ്കാളിയായി കഴിഞ്ഞു. 16 ഗോളുകൾ, 4 അസിസ്റ്റ്. 2018 അയാൾ വിശ്വവേദിയിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചത് എന്നോർക്കണം. ഈ കാലയളവിനകത്ത് എംബാപ്പയേക്കാൾ ഗോളുകളിൽ പങ്കാളിത്തമുള്ള മറ്റൊരു കളിക്കാരനുമില്ല, സാക്ഷാൽ ലയണൽ മെസ്സി പോലും. ഈ ടൂർണമെന്റിൽ ഇതുവരെ 4 ഗോളുകളും 2 അസിസ്റ്റും എംബാപ്പയുടെ പേരിലുണ്ട്. ലോകകപ്പിന്റെ ഒരെഡിഷനിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഇപ്പോൾ എംബാപ്പയുടെ പേരിലാണ്, 6. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തിയ അയാൾ. ഇത് 2ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മത്സരങ്ങളും ജയിക്കുന്നത്. ഇതിനു മുമ്പ് 1998 ഗ്രൂപ്പ് സ്റ്റേജിൽ ഫ്രാൻസ് എല്ലാ മത്സരങ്ങളും ജയിച്ചത്. അന്നാണ് അവർ ചരിത്രത്തിൽ ആദ്യമായി വിശ്വകിരീടം ചൂടിയത്. ഒലിസയെ റൈറ്റിൽ നിന്ന് സെൻറ്ററിലേക്കും ഡെമ്പലയെ റൈറ്റിലേക്കും മാറ്റി ദശാംശം നടത്തിയ ടാക്ടിക്കൽ ഷിഫ്റ്റ് അക്ഷരാർത്ഥത്തിൽ ഒരു ബ്രില്യൻ ഡിസിഷനായിരുന്നു എന്ന് പറയേണ്ടി വരും. എംബാപ്പെ ഒലിസെ ഒരു ഡെഡ്ലി കോംബോ ഈ മൈതാനങ്ങളിൽ ഉയർക്കൊണ്ടു. ഒലിസെ മിഡിൽ അക്ഷരാർത്ഥത്തിൽ ഒരു എഞ്ചിൻ കണക്കിന് വർക്ക് ചെയ്തു. ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാവാനിരിക്കെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയവരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ട് ഒലിസെ. എംബാപ്പയും ഡെമ്പലയും മുന്നേറ്റങ്ങളുടെ ബാറ്റൺ കയ്യിലെന്തി. ഡുവെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ഗോൾമുഖത്ത് അപകടം വിധിച്ചുകൊണ്ടേയിരുന്നു. ലോകകപ്പിൽ എതിരാളികൾ ഏറെ ഭയക്കുന്ന ഒരു അറ്റാക്കിംഗ് യൂണിറ്റായി അത് പരിവർത്തിക്കപ്പെടാൻ വെറും 3 മത്സരങ്ങളാണ് എടുത്തത്. ദശാംശിന്റെ പടികറക്കം ഒരു വിശ്വകിരീടം കൊണ്ട് അവിസ്മരണീയമാക്കാനാണ് എംബാപ്പയും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. ഈ പടയോട്ടം തുടർന്നാൽ അത് സംഭവിക്കും, തീർച്ച.